നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടുപണികൾ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്നവരായിരിക്കില്ല കേട്ടോ ഒരു വീട്ടമ്മമാരും. അവർക്ക് പല ആവശ്യങ്ങളുണ്ടാവും, പല ആവശ്യങ്ങൾക്ക് പുറത്തോട്ട് പോകേണ്ടതുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് ഒരു വീട്ടമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊന്നുമില്ല, അല്ലാണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകണം, അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ വീണ് ഇലയിലൊക്കെ മഞ്ഞൊക്കെ വീണ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് പകുതി കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ പകുതി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് 2-3 വെയിലും കൂടി കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് എടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാവും. ഇതെനിക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഉണക്കാനൊക്കെ വെച്ചു. ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എനിക്കൊരു 3 മണി തൊട്ട് 5 മണി വരെ ഡോക്ടറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ജോലിയൊക്കെ ചെയ്ത് ഫുള്ള് മുഷിഞ്ഞതുകൊണ്ട് ഞാൻ പോയി കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ടെറസിൽ കുറച്ച് തുണി കിടപ്പുണ്ട് കേട്ടോ, അപ്പോൾ അതെടുക്കണം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് എൻ്റെ ബോഡിയിൽ ഒരു ലോഷൻ തേക്കുന്നുണ്ട്, ഒരു പപ്പായയുടെ ബോഡി ലോഷൻ തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണി ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വന്നതാണ്. പിന്നെ 2 ബാഗല്ല 3 ബാഗ്, ഒരു ട്രാവൽ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അഴുക്കൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ തുണികൾ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് താഴെ പോയി നമുക്ക് റെഡിയായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. സമയമില്ല, ഇപ്പോൾ തന്നെ ഒരു 3:45 കേട്ടോ. അപ്പോൾ എനിക്ക് 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ തുണിയൊക്കെ എടുത്ത് ഇറങ്ങാണ്. ചിലപ്പോൾ തിരിച്ചു ചിലപ്പോൾ താമസിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ എടുത്ത് വെച്ച് റെഡിയായി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ പല്ലിൽ കമ്പിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ ഇവിടെ സ്മൈൽ കെയർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഇവിടെ ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ടൊരു 2 സ്റ്റോപ്പ് എന്താ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ അതാ ഇവിടെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇറങ്ങി. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇന്ന് 2 ഡോക്ടർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു ഡോക്ടർ മാത്രമേ കാണുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് വീട്ടിൽ വരാൻ പറ്റി. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. കുറച്ചെന്ന് വെച്ചാൽ ഒരു 6-6:30 ആയി കേട്ടോ. അപ്പോൾ വന്നിട്ട് ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ രാവിലെ പാൽച്ചായയും അതുപോലെ വൈകിട്ട് കട്ടൻ ചായയാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് കട്ടൻ ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പുറത്ത് പോയിട്ട് വരുമ്പം ചായ കുടിക്കണം കേട്ടോ, അതിൻ്റെ ഒരു ഹാബിറ്റായിപ്പോയി, മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.